നിഖിൽ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വീണ്ടും ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് ട്രേഡ് ചെയ്യുകയാണ്. 100 പോയിന്റുകളിനടുത്ത് ഒരു മുന്നേറ്റം നമുക്ക് ആദ്യ മിനിറ്റിൽ തന്നെ നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 24,700 എന്നുള്ള ഒരു നില ഈ മിനിറ്റ് വരെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്നുണ്ടോ? എങ്ങനെയാണ് ആദ്യ മിനിറ്റിലെ അപ്ഡേറ്റ്സ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% ഒരു നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി 50 സൂചിക്ക് സാധിക്കുന്നുണ്ട്. 100 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 24,753 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുമ്പോഴും വളരെ പോസിറ്റീവായിട്ട് ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി ബാങ്ക് സൂചികയും രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ 54,588 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കും ട്രേഡിംഗ് കാഴ്ചവെക്കുന്നത്. ഓഹരികളുടെ പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇറ്റേണലിൻ്റെ ഓഹരിയെ സംബന്ധിച്ചിടത്തോളം 2% മുകളിലേക്കുള്ള നേട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു. ഇൻഡസിൻ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 1.5% നേട്ടവും ടാറ്റ സ്റ്റീൽ 1.25% നേട്ടം രേഖപ്പെടുത്തുമ്പോൾ നിലവിൽ ബജാജ് ഫിനാൻസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓഹരികൾ 1%-ഓളമുള്ളൊരു നേട്ടവും രേഖപ്പെടുത്തുന്നുണ്ട്. ഇടിവ് പരിശോധിക്കുകയാണെങ്കിൽ എൽ&ടിയുടെയും ഏഷ്യറിനും ആണ് ഒരു തിരിച്ചടി ഉണ്ടാക്കുന്നത്. എൽ&ടി പരിശോധിക്കുമ്പോൾ ഏകദേശം 1%-ഓളമുള്ളൊരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ 150 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന സൂചികയായിട്ടാണ് നിഫ്റ്റി ബാങ്കിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻഡസിൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് മികച്ച ഒരു പ്രകടനം രേഖപ്പെടുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു പ്രകടനം ഉണ്ടാകുന്നത് കാനറ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഏകദേശം 2.25% ഒരു നേട്ടം രേഖപ്പെടുത്താൻ കാനറ ബാങ്കിന് സാധിക്കുന്നു. ബാങ്ക് ഓഫ് ബറോഡ പരിശോധിക്കുകയാണെങ്കിൽ 1.25% മുകളിലുള്ള നേട്ടം. IDFC ഫസ്റ്റ് ബാങ്കും ഓൾമോസ്റ്റ് ഒരു 0.25% ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക്, HDFC ബാങ്ക് ഓഹരികളിലും സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% മുകളിൽ 0.25% ഒരു നേട്ടവും രേഖപ്പെടുന്നുണ്ട്. എന്നാലും AU സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏകദേശം 0.5% ഒരു ഇടിവുമാണ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. സെക്ടറുകളുടെ ഒരു പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി FMCG സൂചിക ഒഴികെ ബാക്കിയുള്ള എല്ലാ സൂചികകളിലേക്കും ഒരു നേട്ടം ഇപ്പോൾ കടന്നു വന്നതായിട്ട് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരു 0.5%-ഓളമുള്ളൊരു ഇടിവ് നിഫ്റ്റി FMCG രേഖപ്പെടുന്നത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സൂചികളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റി PSU ബാങ്ക് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ 1.25%-ഓളമുള്ളൊരു നേട്ടം. നിഫ്റ്റി റിയൽറ്റി പരിശോധിക്കുകയാണെങ്കിൽ 1% മുകളിലുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. നിഫ്റ്റി എനർജിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച. കൂടാതെ മെറ്റൽ സൂചികയും 1%-ഓളമുള്ളൊരു നേട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതാണ് നിലവിൽ ഇപ്പോൾ വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. PSU ബാങ്കിങ് ഓഹരികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികൾ ഏകദേശം 2.25% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ബാങ്ക് ഓഫ് ബറോഡ പരിശോധിക്കുമ്പോൾ 1.25% മുകളിലും പഞ്ചാബ് നാഷണൽ ബാങ്കിലും 1.5% മുകളിലുള്ളൊരു നേട്ടവും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണുള്ളത്. നിലവിലൊരു ബ്രോക്കറേജ് റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത് മോർഗൻ സ്റ്റാൻലിയുടെ IT സ്റ്റോക്സിന് നൽകിയിരിക്കുന്ന ഒരു വ്യൂ ആണ്. ഇപ്പോൾ രണ്ടാം പാദഫലത്തിന് മുൻപായിട്ട് അവർ പറയുന്നത് ഒരു ഔട്ട്ലുക്ക് അത്ര പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നില്ല, ഒരു ക്ലാരിറ്റി ഔട്ട്ലുക്കുകളിൽ ലഭ്യമാകുന്നില്ല എന്നൊരു കാര്യമാണ് IT സ്റ്റോക്കുകളെ കൊണ്ട് മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു റേറ്റിംഗ് ഒക്കെ തന്നെ ഈ ഒരു ടെക് സർവീസ് മേഖലയിൽ നടക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് മോർഗൻ സ്റ്റാൻലി കാണുന്നത്. കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആക്സിലറേറ്റേഴ്സ് ഈ ഒരു മേഖലയിൽ കാണാൻ സാധിക്കുന്നില്ല എന്നൊരു വ്യൂ പോയിന്റും മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. എന്നാലും രണ്ടാം പാദത്തിലൊക്കെ തന്നെ പല ബിസിനസ്സുകൾ പരിശോധിക്കുകയാണെങ്കിലും ഒരു ബിസിനസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സാധിക്കും. എന്നാലും ഒരു ഫോർകാസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്, ഒരു കോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസിബിലിറ്റി ഇപ്പോഴും ലഭ്യമാകുന്നില്ല എന്നൊരു കാര്യം കൂടിയാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിയർ ടേമിൽ പരിശോധിക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഒക്കെ തന്നെ ഒരു സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. എന്നാലും ഒരു ലോങ് ടേമിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ, ഒരു ഗ്രോത്തിലേക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിലും അത്രത്തോളം ഒരു ക്ലാരിറ്റി ലഭ്യമാകുന്നില്ല. ഒരു ആക്സിലറേഷൻ ഒക്കെ തന്നെ പരിമിതമായിട്ട് ഈ ഒരു IT മേഖലയിൽ ഉണ്ടാകൂ എന്നൊരു കാര്യം കൂടിയാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു റവന്യൂ ഗൈഡൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു വർധനവ് വരുത്തുന്നില്ല, ഒരു ടൈറ്റൻ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് IT സ്റ്റോക്സുകളുടെ വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. തിരിച്ച് വിപണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും നേട്ടമുണ്ടാകുന്ന ഒരു കാഴ്ചയാണുള്ളത്. കൂടാതെ സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് സെഗ്മെൻറ്റ് പരിശോധിക്കുമ്പോഴും മികച്ച ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നു. സ്മോൾ ക്യാപ് 50, സ്മോൾ ക്യാപ് 250 ഒക്കെ തന്നെ മികച്ച രീതിയിലുള്ള നേട്ടം രേഖപ്പെടുത്തുന്നു. ഇതിൽ തന്നെ സ്മോൾ ക്യാപ് 50 പരിശോധിക്കുകയാണെങ്കിൽ 1% നേട്ടത്തിലെത്തുമ്പോൾ മിഡ് ക്യാപ് സെഗ്മെൻറ്റുകൾക്കും മിഡ് ക്യാപ് 50ക്കും മിഡ് ക്യാപ് 100നും ഏകദേശം ഒരു 0.25% ഒരു നേട്ടവും രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ജാസ്മിൻ.